ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് രുദ്രാക്ഷം ധരിച്ചാൽ പാപം ശമിക്കുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. രുദ്രാക്ഷം ധരിച്ചാൽ പാപം ശമിക്കുമെന്നൊരു വിശ്വാസം നിലവിലുണ്ട്. എന്നാൽ ചിലർ ദൈവവിശ്വാസത്തിൻ്റെയോ ദൈവിക സാമീപ്യത്തിൻ്റെയോ ഭാഗമായാണ് രുദ്രാക്ഷം ധരിച്ചു കാണുന്നത്. വിധിപ്രകാരം രുദ്രാക്ഷം ധരിച്ചാൽ പാപം ശമിക്കുമെന്നും അതുവഴി ഏറെ ഗുണം ലഭ്യമാകുമെന്നും ദൈവിക സാമീപ്യം ഉണ്ടാകുമെന്നുമാണ് സങ്കല്പം. കഴുത്തിൽ 32, ശിരസിൽ 40, കാതിൽ 6 വീതം, കൈകളിൽ 12 വീതം, ഭുജങ്ങളിൽ 16 വീതം, കണ്ണിൽ 1 വീതം, ശിഖയിൽ 1, വക്ഷസ്ഥലത്ത് 108 എന്ന രീതിയിൽ രുദ്രാക്ഷം ധരിക്കാനായാൽ അത് സാക്ഷാൽ പരമേശ്വരനാകുന്നുവെന്ന് നാരദരോട് നാരായണ മഹർഷി വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം ദേവീ ഭാഗവതത്തിൽ കാണുന്നുണ്ട്. യഥാവിധിയോടെയും അല്ലാതെയും രുദ്രാക്ഷം ധരിക്കുന്ന നിരവധി പേർ വർത്തമാനകാല സമൂഹത്തിലുണ്ട്. ചിലർ സ്വർണം കൊണ്ടോ ചിലർ വെള്ളി കൊണ്ടോ രുദ്രാക്ഷം കെട്ടാറുണ്ട്. മറ്റു ചിലരാകട്ടെ വെറും ചരടിൽ കോർത്തും രുദ്രാക്ഷം അണിയാറുണ്ട്. വിധിപ്രകാരം അല്ലാതെ രുദ്രാക്ഷം ധരിച്ചാൽ ഗുണത്തെക്കാൾ ഉപരി ദോഷം ഭവിക്കുമെന്ന് വെളിപ്പെടുത്തുന്ന ആചാര്യമതം രുദ്രാക്ഷം ധരിക്കുന്നവർ ആഹാര കാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കണമെന്ന് ഉപദേശിക്കുന്നുണ്ട്. രുദ്രാക്ഷം കരുതുന്നവരോ കഴുത്തിലോ മറ്റു ഭാഗങ്ങളിലോ ധരിക്കുന്നവരോ മത്സ്യമാംസങ്ങൾ കഴിക്കരുത്. ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. ചുവന്ന ഉള്ളി, വെളുത്തുള്ളി, മുരിങ്ങയ്ക്കായ എന്നിവ ഉപയോഗിക്കരുതെന്നും പറയുന്നു. ശിവസായുജ്യം ലഭിക്കാൻ ധരിക്കുന്ന രുദ്രാക്ഷത്തിൽ നിന്നും ഔഷധ ഗുണവും ലഭ്യമാകുന്നുവെന്ന് വൈദ്യശാസ്ത്രവും സമ്മതിക്കുന്നു. ഏതവസ്ഥയിലും രുദ്രാക്ഷം ധരിച്ച് തുടങ്ങാമെങ്കിലും ഗ്രഹണം, വിഷു സംക്രമണം, ഉത്തരായനം, ദക്ഷിണായനം എന്നീ ദിവസങ്ങളിൽ ധരിച്ചാൽ സമസ്ത പാപങ്ങളും ശമിക്കുന്നതാണ്. രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യത്തെ പറ്റി പത്മപുരാണത്തിൽ വ്യാസമഹർഷി തന്നെ വിവരിക്കുന്നുണ്ട്. രുദ്രാക്ഷം ആർക്കും ധരിക്കാവുന്നതും ദർശിച്ചാൽ തന്നെ പാപം നശിക്കുന്നതുമാണ്. തൊട്ടാൽ സ്വർഗം കിട്ടും എന്നും ധരിച്ചാൽ മോക്ഷം സിദ്ധിക്കുമെന്നും വ്യാസൻ പറയുന്നു. ശിരസ്, ഉരസ്, ഭുജം എന്നിവയിൽ രുദ്രാക്ഷം ധരിക്കാനായാൽ അയാൾ ശിവതുല്യനായി മാറുമെന്നും എല്ലാ യത്നങ്ങളും സാധിച്ചവനാകുമെന്നും അയാൾ താമസിക്കുന്ന പ്രദേശം കൂടി പുണ്യഭൂമിയായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പുരാണങ്ങൾ ഘോഷിക്കുന്നതിനു പുറമെ വൈദ്യശാസ്ത്രവും രുദ്രാക്ഷത്തിന്റെ ഔഷധ ഗുണത്തെ വാഴ്ത്തുന്നുണ്ട്. രുദ്രാക്ഷമാല കഴുത്തിൽ അണിയുന്നത് കൊണ്ട് അർബുദം തുടങ്ങിയ രോഗങ്ങൾ പോലും ശമിക്കുമെന്ന് അടുത്ത കാലത്ത് പുറത്തുവന്ന ചില ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. പിത്തം, ദാഹം, വിക്ക് എന്നിവ മാറിക്കിട്ടാൻ രുദ്രാക്ഷം നല്ലൊരു ഔഷധമാണെന്ന് ആയുർവേദം സമർത്ഥിക്കുന്നു. മാത്രമല്ല കഫം, വാതം, ഭൂതഗ്രഹ പീഡ, തലവേദന തുടങ്ങി നിരവധി രോഗങ്ങൾക്കും വൈഷമ്യങ്ങൾക്കും രുദ്രാക്ഷം ഔഷധമാണെന്നും ആയുർവേദം സമ്മതിക്കുന്നു. രുചിയെ വർദ്ധിപ്പിക്കുമെന്ന് തെളിയിച്ചിട്ടുള്ള രുദ്രാക്ഷത്തിന് മാനസിക രോഗങ്ങൾ ശമിപ്പിക്കാനുള്ള കഴിവും ഉണ്ട്. കൂടാതെ നിരവധി ഔഷധങ്ങൾക്ക് രുദ്രാക്ഷം ഒരു ചേരുവയുമാണ്. രുദ്രാക്ഷം വറുത്ത് പൊടിച്ച് ആവർത്തി തൈലത്തിൽ അരച്ച് നാവിൽ പുരട്ടിയാൽ ആർത്തിതവാദം മൂലം സംസാരശേഷി നഷ്ടപ്പെട്ടവർ സംസാരിക്കാൻ ആരംഭിക്കും. രുദ്രാക്ഷം, ഗോമൂത്രം, തുളസിനീര്, കരിക്ക്, ബ്രഹ്മി എന്നിവയിൽ ചേർത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ കഴിക്കുന്നത് ബുദ്ധിശക്തി കൂട്ടാൻ നല്ലതാണത്രേ. കണ്ടകാരി, തിപ്പലി എന്നിവയോടൊപ്പം രുദ്രാക്ഷം ചേർത്ത് കഷായം ഉണ്ടാക്കി കഴിച്ചാൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും ശമനം ലഭിക്കും. ഇത്തരത്തിൽ നോക്കിയാൽ രുദ്രാക്ഷത്തിന്റെ ഔഷധ രഹസ്യങ്ങൾ വളരെ കൂടുതലാണ്. ഇതൊക്കെ കൊണ്ടാകണം പഴമക്കാർ രുദ്രാക്ഷ ധാരണത്തിനും ഇത്രയധികം പ്രാധാന്യം നൽകിയിരിക്കുന്നത്. താങ്ക് യു.